നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അലീനയും മനുഷ്യങ്ങളും ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. ആ സമയത്ത് അലീന മനുഷ്യങ്ങളോട് പറഞ്ഞു, മനുവേട്ട എനിക്കൊരു ജോലി ശരിയാക്കി തരണം. ജോലിയോ? അതെന്ത് പറ്റി? അവിടുത്തെ ജോലി വേണ്ടേ? വേണ്ട മനുവേട്ട, എനിക്കിവിടെ നിൽക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അല്ല, നിനക്കിപ്പോ അവിടെ നിൽക്കാൻ എന്താ അലീന ബുദ്ധിമുട്ട്? എന്താ കുഴപ്പമിരിക്കണേ? അത് പിന്നെ ഇവിടെ എന്ന് വെച്ചാലുണ്ടല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹം പോലും ഇല്ല. സ്നേഹമില്ലെന്നോ? അതെ, അച്ഛനും മകനും തമ്മിൽ മിണ്ടത്തില്ല, അല്ലെങ്കിൽ അമ്മയും മോനും തമ്മിൽ മിണ്ടത്തില്ല. എന്തൊരു കുടുംബം അത്. അലീന, ഒട്ടുമിക്ക വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും മനുവേട്ട, എനിക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. എനിക്കിവിടുന്ന് വേറെ എങ്ങോട്ടേലും പോകണം. എൻ്റെ കഴക്കൂട്ട് ഓർഫനേജ് ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അവിടെ ഞങ്ങൾക്ക് പണത്തിനോ ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ കോടീശ്വരന്മാരായിരുന്നു. ഞങ്ങൾ തമ്മിൽ എത്ര സ്നേഹമാണെന്നറിയോ? ഒരമ്മയുടെ മക്കളല്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ അത്രമാത്രം സ്നേഹമായിരുന്നു. സ്നേഹബന്ധത്തിന് വിലയുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെയല്ല. മനുഷ്യങ്ങൾ പറഞ്ഞു, നിനക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, ഞാൻ നോക്കാം. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി ശരിയാക്കി തരണം മനുവേട്ട. ഇനിയിപ്പൊ കല്ല് ചുമക്കാനാണെങ്കിലും മണ്ണ് ചുമക്കാനാണെങ്കിലും ഒന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാ. കുഴപ്പമില്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ, എവിടെയെങ്കിലും നോക്കട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് ശരിയാക്കി തരാം. അതിനുശേഷം നീ അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് അലീന രേവതിക്കുട്ടിയെ വിളിക്കുക. രേവതിക്കുട്ടിയെ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി അലീന ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? കുഴപ്പമില്ല മോളെ. അല്ല, മോളെന്തെടുക്കുവാൻ തിരക്കിലാണോ? തിരക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. എൻ്റെ ജോലികളൊക്കെ കുറെയെല്ലാം കഴിഞ്ഞു. എന്താ ചേച്ചി വെറുതെ വിളിച്ചാണോ? ഞാൻ ചുമ്മാ വിളിച്ച മോളെ. പിന്നെ ചേച്ചിയുടെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. എന്ത്? അല്ല, അത് പിന്നെ ഉണ്ടല്ലോ, ഞങ്ങളെ അടുത്ത ദിവസം മിക്കവാറും നാളെ തന്നെ ഞങ്ങള് ഷെറിൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകും. ഷെറിന്റെ വീട്ടിലേക്ക് പോവാ? അതെ, ഷെറിൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാ. അല്ല, അലീന ചേച്ചി വരുന്നുണ്ടോ? ഞാനോ 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു നോക്കായിരുന്നു. എന്താ ചേച്ചി, 2 ദിവസം കഴിയുമ്പോൾ ചേച്ചിക്ക് ലീവ് കിട്ടുമോ? 2 ദിവസം കഴിയുമ്പോൾ മിക്കവാറും ഞാൻ ഇവിടുത്തെ ജോലി വേണ്ടെന്ന് വെക്കും. ജോലി വേണ്ടെന്ന് വെക്കുക? അതെ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ മനുവേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു നല്ല ജോലി വാങ്ങി തരണമെന്ന്. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, ചേച്ചിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ നിൽക്കണ്ട. പക്ഷെ ഇറങ്ങുന്നതിന് മുമ്പുണ്ടല്ലോ 2 വാക്ക് പറഞ്ഞിട്ട് വേണം ഇറങ്ങാനായിട്ട്. നമ്മൾ അങ്ങനെ പറഞ്ഞേ? വെറുതെ വിടല്ലോ. അവരുണ്ടല്ലോ ആ തള്ള, അവരുടെ മുഖത്ത് നോക്കി പറയണം, നിങ്ങളാണ് എന്നെ പ്രസവിച്ച സ്ത്രീന്ന്. എന്നിട്ടോ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോയി. എൻ്റെ പെറ്റമ്മയായി നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പോയി. ഇത്രയും നാളും നിങ്ങൾ ഒരു നോക്ക് കാണാൻ വേണ്ടി കൊതിച്ചാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. അതെല്ലാം ഉള്ളതെല്ലാം ചേച്ചിയുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറ. അവരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അല്ല മോളെ, അത് പിന്നെ ഞാൻ എന്തിനാ ചേച്ചി അവരോട് സെന്റിമെന്റ്സ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി അവിടെ വന്നതിന് ശേഷം ഒരു നല്ല വാക്കെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എപ്പോഴും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ചേച്ചി വിട്ടുകൊടുക്കണ്ട. അല്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ആകാശം ഒടിഞ്ഞു വീഴുവോ? അല്ല മോളെ, അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്തായി തീരും? ബാലേന്ദ്ര സാറിന്റെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്ക്, മക്കളുടെ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്ക്. എൻ്റെ അമ്മ തകർന്നു പോയില്ലേ? തകർന്നു പോട്ടെ. അല്ല ചേച്ചി ഇപ്പം അവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ പിന്നെ അവരുടെ തകർച്ച നോക്കേണ്ട കാര്യമില്ല. ചേച്ചി ഇഷ്ടമില്ലാത്ത വീട്ടുകാരല്ലേ, അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്നാലും എനിക്കത് പറയാൻ കഴിയില്ല. കാരണം ബാലേന്ദ്ര സാർ എന്നോട് കാണിച്ച സ്നേഹം ഞാനപ്പോൾ അദ്ദേഹത്തോട് നന്ദികേട് കാണിക്കാൻ പാടില്ല. അറിയാലോ നിനക്ക്, ഇവിടെ ചില സമയത്ത് എനിക്ക് ചില സന്തോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം പോലെ കൃഷ്ണമോൾ എൻ്റെ ഏരിയയിലേക്ക് ഓടി വരും ഒരിട്ട് സ്നേഹം കാണിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ബാലേന്ദ്ര സാറ്, പിന്നെ ഇവിടുത്തെ മുത്തശ്ശി അതുപോലെ തന്നെയാണ്. അപ്പം എനിക്ക് അവരോടൊക്കെ നന്ദികേട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല മോളെ. ഇനിയിപ്പോൾ ചേച്ചിയുടെ ഇഷ്ടം. ചേച്ചിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല പറഞ്ഞാലേ ഇവിടെ ഞാൻ മാമച്ചനങ്ങളോടും ഗ്രേസമ്മാനോടും പറഞ്ഞ് എവിടെയെങ്കിലും ജോലി ശരിപ്പെടുത്തി തരാം. അത് ഞാൻ മനുവേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. പിന്നെ ചേച്ചിയുടെ ഇഷ്ടമല്ല എല്ലാം നടക്കട്ടെ. അതും പറഞ്ഞിട്ട് രേവതിക്കുട്ടി കോള് കട്ട് ചെയ്തു. രേവതിക്കുട്ടിക്ക് നല്ല വിഷമമായിരുന്നു. കാരണം തൻ്റെ ചേച്ചിക്ക് ഇങ്ങനെ ഈ വിധി വന്നല്ലോ. എത്ര ആശിച്ചു മോഹിച്ച് ആ വീട്ടിലേക്ക് കയറി ചെന്നാ. എന്നിട്ട് ഒടുവിലോ ഇപ്പോഴിങ്ങനെയായി തീർന്നു. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. സ്വന്തം പെറ്റമ്മയോടൊപ്പം കഴിയണമെന്ന് കരുതി ചെന്നിട്ട് ഇറങ്ങിപ്പോരേണ്ട ഗതികേട് ആ അമ്മ തന്നെ കാരണം. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ രേവതിക്കുട്ടിക്ക് സങ്കടം വന്നു. അപ്പോഴേക്കും ഗ്രേസമ്മ അങ്ങോട്ട് വന്നു. ഗ്രേസം വന്നിട്ട് എന്താ രേവതിക്കുട്ടി, നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. പിന്നെ ഞാൻ നിന്നെ ഇന്നലെയല്ലേ കാണുന്നത്, എനിക്കറിയാലോ. എന്തോ മനസ്സിൽ സങ്കടം വന്നിട്ടുണ്ട്. എന്ത് കാര്യമാണെങ്കിലും എന്നോട് പറ. അത് ആൻറ്റി, ഞാൻ അലീന ചേച്ചിയുടെ കാര്യം ഓർക്കുക. അലീനയ്ക്ക് ഇത് എന്ത് പറ്റി? അലീന ചേച്ചി ആ വീട്ടിൽ നിൽക്കുന്നില്ലാന്ന്, അവിടുന്ന് ചിലപ്പോൾ പോകുന്നു. അങ്ങനെയാണ്, നല്ല കാര്യമല്ലേ. ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ലേ, അവിടെ നിൽക്കണ്ടെന്ന് പറ.
അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ, ഇവിടെ നിൽക്കാം. അല്ലെങ്കിൽ മാമച്ചാനോട് പറഞ്ഞ് ഞാനൊരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കാം. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ ചേച്ചി ഒത്തിരി ആശിച്ചു മോഹിച്ചു പോയതല്ലേ ആ വീട്ടിലേക്ക്. അതിനെന്താ കുഴപ്പം? ആശിച്ച് മോഹിച്ചു പോയാലും അവിടെ നിൽക്കാൻ പറ്റില്ല, അവിടെ നിന്ന് ഇറങ്ങിയില്ലേ മതിയാവുള്ളൂ. രേവതിക്കുട്ടി പറഞ്ഞു, അതല്ല ആൻറ്റി, അല്ലിനി ചേച്ചിക്ക് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അവിടെയുള്ളവരെ ചേച്ചി സ്വന്തം കൂടപ്പുറപ്പുള്ള പോലെയല്ല കാണുന്നേ. അപ്പം ചേച്ചിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടാ. അത് അലീനയുടെ നല്ല മനസ്സുകൊണ്ട് അവരെയൊക്കെ അങ്ങനെ കാണുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അലീനയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയല്ലേ മതിയാവുള്ളൂ. ചേച്ചിക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. എല്ലാ രേവതിക്കുട്ടി, ഞാൻ ചോദിക്കണമെന്ന് കരുതിയിരിക്കുക. കുറച്ച് സമയമായിട്ട് നീ മൊത്തം ടെൻഷനാണല്ലോ. എന്തേലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നമാണെങ്കിൽ എന്നോട് തുറന്നു പറ. അത് പിന്നെ ആൻറ്റി, കാര്യം എന്ന് വെച്ചാൽ പറ. ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട ആൻറ്റി വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ആൻറ്റിക്ക് ഞെട്ടലായിരിക്കും. അതിന് മാത്രം എന്തോ വലിയ കാര്യം നീ പറയാൻ പോണേ? അത് നിസ്സാര കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാ. എന്നാ കാര്യം പറ. അത് പിന്നെ അലീന ചേച്ചി ഉണ്ടല്ലോ. എടി അലീനയുണ്ട്. അത് അലീന ചേച്ചി ഉണ്ടല്ലോ. ഇവള് വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. രേവതിക്കുട്ടിക്ക് അങ്ങനെ പറയണം നടത്തില്ല. രേവതിക്കുട്ടി പറഞ്ഞു, ഞാനേ അത് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അലീന ചേച്ചി അവിടെ നിന്ന് ഇറങ്ങാൻ പോവില്ല വീട്ടിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ അത് പറയുന്നതിലും കുഴപ്പമില്ല. അവിടെ ഒരു സ്ത്രീ ഉണ്ടല്ലോ, വൈജയന്തി. അവരൊക്കെ അലീനയെ കണ്ണെടുത്ത കാണത്തില്ലല്ലേ? അതെ, അതാരാന്നറിയോ? അലീന ചേച്ചിയുടെ അമ്മയാ. അമ്മയോ? നിനക്ക് എന്താടി തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ രേവതിക്കുട്ടി? നീ എന്താ ഈ പിച്ചും പെയ്യൊക്കെ പറയണേ? അമ്മയാന്ന് പോലും, അതും വൈജയന്തി. സത്യം ആൻറ്റി, ഞാൻ പറയണേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോടി. അതെ ആൻറ്റി, അമ്മയാന്നുള്ള കാര്യം അലീന ചേച്ചിക്ക് അറിയാം. അലീന ചേച്ചി അത് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയത് ഒരമ്മയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട്, കൂടപ്പുറപ്പുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ഇതൊന്നും അലീന ചേച്ചിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. ഒടുവിൽ അലീന ചേച്ചിക്ക് തന്നെ തോന്നി അവിടെ നിന്നാൽ ശരിയാകത്തില്ലെന്ന്. അതുകൊണ്ട് ആ വീട് വിട്ട് ഇറങ്ങാൻ തുടങ്ങണേ. അല്ലടി, ഇതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? അതിനുശേഷം രേവതിക്കുട്ടി കഥകൾ പറയാണ്. എങ്ങനെയാണ് അലീനയുടെ അമ്മ വൈജയന്തിയാന്നുള്ള കാര്യം അലീന മനസ്സിലാക്കിയെന്ന്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചങ്കിനകത്തൊരു ഇടുത്തി വീണ അവസ്ഥയായി. അവർക്ക് ഗ്രേസമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. ദൈവമേ, ഇത്രയൊക്കെ സഹിച്ച പെൺകുട്ടിയാണോ അലീന എന്നൊരു ചിന്ത മനസ്സിൽ. അതിനുശേഷം ഗ്രേസമ്മ ഉറങ്ങാനിട്ട് നേരെ മുറിയിലേക്ക് ഒരു മാമച്ചനുണ്ട്. എന്താടി ഗ്രേസമ്മേ, നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ? എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അതെ മാമച്ച, ഒരു പ്രശ്നമുണ്ട്. എന്ത് കാര്യമാണെങ്കിലും തുറന്നു പറ. തുറന്നു പറഞ്ഞുമ്പോൾ കുറച്ച് മനസ്സിൻ്റെ ആശ്വാസം വരും. അത് പിന്നെ നീ കാര്യം പറ. അലീനയുടെ കാര്യമോ? നമ്മുടെ അലീനയുടെയാ? അതെ, രേവതിക്കുട്ടിയുടെ അലീനയുണ്ടല്ലോ. അലീനയുടെ കാര്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. പാവം ആ കൊച്ച് ആ വീട് വിട്ട് ഇറങ്ങാൻ പോവാ. അതിന് മാത്രം ഇപ്പം എന്താ സംഭവിച്ചേ? അവിടെ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ വൈജയന്തിക്ക് അവളെ കണ്ണെടുത്താൽ കാണത്തില്ല. എന്നാൽ പിന്നെ അവൾക്ക് നല്ലൊരു ജോലി നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. നീ വിഷമിക്കാതിരിക്കുക. അതൊന്നുമല്ല. ആ സ്ത്രീ ആരാന്നറിയാവോ? അത് അവളുടെ അമ്മയോ? അതെ, അവളെ പ്രസവിച്ച് അവളുടെ സ്വന്തം പെറ്റമ്മയാ. നിനക്ക് എന്താടി ഇത്? പലരും വലുതും പറയുന്ന കേട്ട് ഇതും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നോ? അല്ല മാമച്ചായ, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ. ശരിക്കും അമ്മ തന്നെയാ. നീ എന്നിട്ട് ഇതൊക്കെ വിശ്വസിച്ചോ? രേവതിക്കുട്ടി പറഞ്ഞാണ് നിന്നോട്? അതെ, എന്നോട് രേവതിക്കുട്ടി പറഞ്ഞ. അതിനുശേഷം അലീനയെക്കുറിച്ചുള്ള കഥകളൊക്കെ പറയാ മാമച്ചനോട് ഗ്രേസമ്മ. ഒരു ദിവസം ഓർഫനേജിൽ ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ബ്രിജിത്താമ്മ. അങ്ങനെ പ്രസംഗിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ബ്രിജിത്താമ്മയ്ക്ക് ഒരു നെഞ്ചുവേദനയും കാര്യങ്ങളൊക്കെ വന്ന് ബോധം കിട്ട് വീഴുന്നത്. ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ ആ കാര്യം പറഞ്ഞു, ഇനിയിപ്പോൾ അധികം നാളൊന്നുമില്ല, കരളൊക്കെ പോയി ഒത്തിരി നാളും ജീവിച്ചിരിക്കില്ലെന്നും. അങ്ങനെ വന്നു കണ്ടപ്പോൾ ബ്രിജിത്താമ്മയ്ക്ക് ടെൻഷനായി. അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് മാറ്റി. അവസാനം ചിന്നിമോളും രേവതിക്കുട്ടി അലീനയെ മാത്രമായി. ചിന്നിമോളെ മാറ്റി. രേവതിക്കുട്ടിയുടെ കാര്യത്തിന് തീരുമാനമായി. അതിനുശേഷമാണ് അലീനയോട് ആ കാര്യം പറയണേ. നീ കടപ്പാട്ടൂർക്ക് പോകണം. അവിടുന്ന് കുഞ്ഞിരാമമേനോനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അലീനയുടെ കാര്യം പറഞ്ഞു. അതിനുശേഷം അലീന ചോദിച്ചു, എന്തിനാ എന്നെ അങ്ങോട്ടേക്ക് വിടുന്നത്, ഇത്ര ദൂരത്തേക്ക് വിടുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ബ്രിജിത്താമ്മ ആ കാര്യം പറയണേ. നിന്റെ അമ്മയാണ് അവിടെ ഉള്ളതെന്ന് ആ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മാമച്ചനും ഞെട്ടലുണ്ടായി. സത്യമാണോടി നീ പറയണേ? ഞാനെന്തിനാ കള്ളത്തരം പറയണേ? അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീക്കിട്ട് നമുക്കൊരു പണി കൊടുക്കണമല്ലോ, അവരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്ന് മാമച്ചൻ ഗ്രേസമ്മയോട് പറയുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.